Hello all, welcome to DK Vlogs. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് തോന്നുന്നു 6 മാസം കൊണ്ട് ഞാൻ ആലോചിച്ച് ഇന്നാണ് എനിക്ക് അതിന് ടൈം കിട്ടിയത്. ഞാൻ വേണോ ഇടണോ വേണ്ടായോ എന്നുള്ള ചിന്തയിലാണ്. ഇട്ട് കഴിഞ്ഞിരുന്നൊരു ഇമ്പാക്ട് എന്താകും, ആൾക്കാരിലോട്ട് ഇത് എങ്ങനെ എത്തും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇട്ടാൽ ശരിയാകുമോ, അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടേ ആവത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച ഒരു 7-8 മാസം അല്ലെങ്കിൽ ഒരു 5-6 മാസം ഞാൻ അനുഭവിച്ച ആ ഒരു അനുഭവം അല്ലെങ്കിൽ എനിക്ക് വന്നൊരു എക്സ്പീരിയൻസ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അത് മാത്രമല്ല, ഷെയറിങ് ഓക്കെ, ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്തു. അത് മാത്രമല്ലായിരുന്നു, ഞാൻ അനുഭവിച്ച ആ ഒരു പെയിൻ വേറെ ഒരു സ്ത്രീകളും അനുഭവിക്കാൻ പാടില്ല. എന്നാൽ ആരും അത്ര ടെൻഷൻ അടിക്കാൻ പാടില്ല. നമുക്ക് നമ്മളോട് പറയുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു എന്താ പറയാ, ഈ വീഡിയോ കൊണ്ട് എൻ്റെ ഒരു ഇന്റൻഷൻ. അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെക്കുറിച്ചോ ഒരു കംപ്ലൈന്റോ ഒന്നുമല്ല. ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ മാത്രമാണ്. ഇപ്പൊ വേറെ ഒന്നുമല്ല, എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയെ കുറിച്ച് ഞാൻ ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ എന്താണ്, ഇതൊക്കെ ഞാൻ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അതൊക്കെ. സോ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയും സിസേറിയൻ ആവാൻ ഉള്ള കാരണം എന്താണ്. എൻ്റെ ഫസ്റ്റ് ദേവന്റെ സമയത്ത് സിസേറിയൻ ആയിരുന്നു. അത് പക്ഷെ ലൂപ്പ് കോഡ് അവൻ കഴുത്തിക്കൂടെ ചുറ്റി അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസി എൻ്റെ ഓൾമോസ്റ്റ് നോർമൽ. നമുക്കൊരു ചിന്തയുണ്ട്, ഒരുപാട് പേര് പറയാറുണ്ട്, ഫസ്റ്റ് പ്രഗ്നൻസി സിസേറിയൻ ആയല്ലോ, അപ്പൊ സെക്കൻഡും സിസേറിയൻ ആവാൻ ആ ചാൻസ് 90% അങ്ങനെ തന്നെയാണ്. ഒന്നുമല്ല, എൻ്റെ നോർമൽ ആവാൻ ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് അത് സിസേറിയൻ ആക്കി അല്ലെങ്കിൽ സിസേറിയൻ ആയി എന്ന് പറയാം. എങ്ങനായാലും കുഴപ്പമില്ല. നോർമൽ ആയാലും സിസേറിയൻ ആയാലും അതിൻ്റെതായിട്ടുള്ള പെയിൻ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തും സഹിക്കാനുള്ളൊരു ശക്തി ദൈവം തരുന്നുണ്ട്. സോ ഞാൻ വീഡിയോ ഒരുപാട് ലാഗ് ചെയ്യുന്നില്ല. ഞാൻ സ്ട്രെയിറ്റ് അവേ ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, എന്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്, അത് ഞാൻ സ്ട്രെയിറ്റ് അവേ നമുക്ക് പറഞ്ഞ് നമുക്ക് തീർക്കാം. വേറെ ഒന്നുമല്ല, എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി 5th മന്ത് സ്കാനിങ് വരെ ഓക്കെ ആയിരുന്നു. ഒരു കുഴപ്പവും ഇല്ല, ടെൻഷൻ ഇല്ലായിരുന്നു എനിക്ക്. ഞാൻ ഫ്രീ മൈൻഡഡ് ആയിരുന്നു. കഴിക്കാനുള്ള സാധനമൊക്കെ കഴിക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. കുഴപ്പമൊന്നുമില്ലാതെ സുഖമായി ഞാൻ പോവുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം 5th മന്തിന്റെ നമ്മൾ സ്കാനിങ് ഉണ്ടല്ലോ, 5th മന്ത് സ്കാനിങ്. ആ 5th മന്ത് സ്കാനിങ്ങിൽ സ്കാൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഫസ്റ്റ് പോയ ഹോസ്പിറ്റൽ, ഞാൻ പേരൊന്നും ഇവിടെ പറയുന്നില്ല, ഡോക്ടേഴ്സിന്റെ പേരോ ഹോസ്പിറ്റലിന്റെ പേരോ ഒന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് എനിക്കുണ്ടായ അനുഭവം മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ തന്നെ ഞാൻ താമസിക്കുന്ന കല്യാണിലാണ്, ഡോംബൂരിലുള്ള ഹോസ്പിറ്റലിലാണ് ഞാൻ പോയത് ഫസ്റ്റ്. കാരണം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ദേവന്റെ സമയത്ത് ഞാൻ ചെയ്ത ഹോസ്പിറ്റൽ, അത് ഡോക്ടർ കൊറോണ സമയത്ത് ആള് നമ്മളെ വിട്ടു പോയി. സോ അതുകൊണ്ട് എനിക്ക് ചൂസ് ചെയ്യേണ്ടി വന്നൊരു ഹോസ്പിറ്റലായിരുന്നു ഇത്. എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇത്രയും ടെൻഷനോ വരത്തില്ലായിരുന്നു. അത് ആ ഡോക്ടർ മരിച്ചു പോയപ്പം ഡോക്ടറിന്റെ വൈഫ് വെക്കേണ്ടി ചെയ്തു. ഫുള്ള് അവിടുന്ന് അവര് ഇവിടുന്ന് പോയി. ഇവിടുന്ന് പൂനെക്കോ നാസിക്കോ എവിടെ പോയിട്ടുണ്ട്, എവിടെന്ന് അറിയില്ല. സോ അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ എനിക്ക് വേറെ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അത് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ആണ്, അല്ലാതെ ഞാൻ ആരോടും ചോദിച്ചിട്ടോ എടുത്തിട്ടല്ല. എനിക്ക് തോന്നുന്നത് എനിക്ക് വേറെ ഹോസ്പിറ്റലൊന്നും ഇവിടെ കല്യാണിൽ എനിക്ക് അത്ര സേഫ് ആയിട്ട് തോന്നില്ല. കുറെ നെഗറ്റീവ്സും ഉണ്ട്, കുറെ പോസിറ്റീവ്സും ഉണ്ട്. ബട്ട് ഞാൻ പിന്നെ ചൂസ് ചെയ്ത ഹോസ്പിറ്റൽ ഈ പറഞ്ഞ ഡോംബിവലി ഒരു ഹോസ്പിറ്റലാണ്. വലിയ പേര് കേട്ട ഹോസ്പിറ്റൽ തന്നെയാണ്. പക്ഷെ എനിക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് 4 മന്ത് ഒരു കുഴപ്പമില്ല. അപ്പം സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു ഡോക്ടറിന് വേണ്ടിയിട്ട്, ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ നമ്പർ വന്നു, നമ്മളെ വിളിച്ചു. ഞാൻ അകത്ത് പോയി. അപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഡോക്ടർ ഇരിപ്പുണ്ട്, ഞാനിങ്ങനെ ഇരിപ്പുണ്ട്, എൻ്റെ സൈഡിൽ അമ്മ ഇരിപ്പുണ്ട്. എന്നിട്ട്
അവർ പറഞ്ഞു സ്കാനിങ്ങിൽ കുറച്ച് കോംപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട് രേഷ്മ. അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ കുഞ്ഞിൻ്റെ കുഞ്ഞിന് ഇൻറ്റസ്റ്റൈനിൽ കുറച്ച് മുഴ പോലെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, സോ അങ്ങനെ എന്തോ ഒരു വാക്ക് അവർ പറഞ്ഞു. എനിക്ക് ശരിക്കും അവർ പറഞ്ഞ രീതി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ബട്ട് ഇങ്ങനെയാണ് അവർ പറഞ്ഞത്, കുഞ്ഞിന് എന്തോ ഒരു കുഴപ്പം കാണിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ദാറ്റ്സ് നോർമൽ ആണ്, ചില പിള്ളേരിൽ കാണിക്കും, ചിലവരിൽ കാണിക്കില്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മളോട് പറയുമ്പോൾ ഓക്കെ, അവരത് പറഞ്ഞു. അവർ വളരെ കൂളായിട്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നും കൂടെ നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് അവരുടെ തന്നെ വേറെ ഒരു സ്കാനിങ് സെന്ററിലേക്ക് നമ്മളെ വിട്ടു. അന്ന് അവിടെ പോയപ്പോൾ അന്ന് അത് അടവായിരുന്നു. നെക്സ്റ്റ് ഡേ ഞാനത് വന്നു, സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ റിപ്പോർട്ട് കൊണ്ട് ഇതുപോലെ തന്നെ പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് വന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് വന്നപ്പം ഡോക്ടർ പറഞ്ഞു സെയിം ആണ്, റിപ്പോർട്ട് സെയിം ആണ് കാണിക്കുന്നത്. ഇതുപോലെ ഒരു കുഴപ്പം ഇൻറ്റസ്റ്റൈനിൽ കുഞ്ഞിൻ്റെ കാണിക്കുന്നുണ്ട്. ചിലപ്പം മാറാം, ചിലപ്പം മാറാതിരിക്കാം. പിന്നെ അവർ പറഞ്ഞൊരു രീതിയാണ് ഞാൻ പറയുന്നത്. ചിലപ്പം മാറാം, ചിലപ്പം മാറാതിരിക്കാം. രേഷ്മയ്ക്ക് ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇത് ടെർമിനേറ്റ് ചെയ്യാം, ഈ കുഞ്ഞിനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്യാം. ചിലപ്പോൾ ഡൗൺ സിൻഡ്രോമായി മാറാം. ഓക്കെ, ഞാൻ അക്സെപ്റ്റബിൾ ആണ്. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നമ്മളെ സേഫ് ആക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സേഫ് ആക്കാനോ വേണ്ടിയിട്ടായിരിക്കും അവർ പറഞ്ഞത്. പക്ഷേ 5th month സ്കാനിങ് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അനക്കങ്ങൾ ഞാൻ അനുഭവിച്ചു തുടങ്ങി. ഞാൻ എല്ലാം എനിക്ക് എല്ലാം ഫീൽ ആവുന്നുണ്ട്, അവൻ്റെ അനക്കം എല്ലാം ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വരുന്ന ഒരു പേഷ്യൻറ്റിനോട് പറയേണ്ട ഒരു രീതിയുണ്ട്. ഓക്കെ, സീരിയസ്ലി പറയാതെ ഞാൻ അവിടെ ഒന്ന് ഫ്രീസ് ആയിപ്പോയി. ഫ്രീസ് എന്ന് വെച്ചാൽ എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് അവിടെ ഇരുന്ന് അങ്ങ് ഫ്രീസ് ആയിപ്പോയി. അമ്മയ്ക്കും അറിയില്ല എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ചെയ്യണ്ടേ, എന്താ പറയണ്ടേ. അവര് നമ്മളോട് ഓപ്പൺലി അവരിരുന്ന് കാഷ്യൂനട്ട് ഇങ്ങനെ ഒരു ബൗൾ ഉണ്ടായിരുന്നു, അവരുടെ ടിഫിനായിരുന്നു. ആ ടിഫിനിൽ ഇങ്ങനെ നട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ നട്ട്സ് ഒക്കെ കഴിച്ചിട്ട് വളരെ ഫ്രീ ആയിട്ടാണ് നമ്മളോട് പറഞ്ഞത് ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങൾക്ക് ചെക്കപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഒരു ടെസ്റ്റ് പറഞ്ഞു അവരെന്നോട്. ടെസ്റ്റിൻ്റെ പേര് അമിനോസിന്തസിസ് ആണ് ടെസ്റ്റിൻ്റെ പേര്. ഈ ടെസ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അറൌണ്ട് 20,000-25,000 റുപ്പീസ് ആകും. നിങ്ങൾക്ക് ഡീപ്ലി അറിയാൻ പറ്റും, സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് തിങ്, ചേട്ടനില്ല. എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ചെയ്യണ്ടേ ഒന്നും എനിക്ക് അറിയില്ല. ഫസ്റ്റ് തിങ്, ഐതടം കൂടില്ല. അമ്മയാണെങ്കിൽ എന്നെക്കാട്ടി വീക്കാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അമ്മയോട് പറഞ്ഞു അമ്മ ഒന്നുമില്ല. എൻ്റെ മനസ്സിലെ തീ എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. എന്താ പറയണ്ടേ, എങ്ങനെയാ പറയണ്ടേ, അമ്മയെ ഞാൻ എങ്ങനെ പിടിച്ച് വീട് വരെ കൊണ്ടുവരും എന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഒന്നുമില്ല, നമുക്ക് വേറൊരു ഒപ്പീനിയൻ നോക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് റിപ്പോർട്ട് കണ്ട് വീട്ടിൽ വന്നുടനെ ഞാൻ അപ്പുനെ കണ്ടു, അനിയനെ കണ്ടു. അവനോട് ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കാണ്. എനിക്ക് പെട്ടെന്ന് ഇമോഷൻ വരും. സോ എനിക്ക് എന്താ ചെയ്യണ്ടേന്നൊന്നും എനിക്കറിയില്ല. സോറി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നത് എന്നൊക്കെ ഞാൻ ഒരുപാട് ദൈവത്തിനെ കുറ്റം പറഞ്ഞ് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടു. അതെല്ലാം കഴിഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞു മോനെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാട്ടിലോട്ട് പോയി നാട്ടിലെ ഡോക്ടറിനെ ഒന്ന് നമുക്ക് കാണിക്കാം, എന്നിട്ട് സെക്കൻഡ് ഒപ്പീനിയൻ. അപ്പോൾ എൻ്റെ അടുത്ത നാട്ടിലെ ചിറ്റയ്ക്ക് ഞാൻ എൻ്റെ റിപ്പോർട്ട്സ് എല്ലാം അയച്ചു കൊടുത്തു. ഒരു ഡോക്ടറിനെ കണ്ടു. ഞാൻ നാട്ടിലോട്ട് പോയില്ല,
ചിട്ട റിപ്പോർട്ട് അയച്ചു കൊടുത്തിട്ട് ഇതുപോലെ സംസാരിച്ചു, ആളിങ്ങനെ മുംബൈയിലാണ്, അവിടെ നാട്ടിൽ വരാനിരിക്കുകയാണ് എന്നൊക്കെ. അപ്പം റിപ്പോർട്ട് കണ്ടപ്പോൾ അവിടുത്തെ നമ്മുടെ നാട്ടിലെ ഡോക്ടർ പറഞ്ഞു ഇത് നോർമൽ കേസാണ്, ചില കുഞ്ഞുങ്ങൾക്ക് കാണും, പക്ഷെ അത് വഴിയെ അങ്ങ് മാറിപ്പോവും, അത് എത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോകാൻ എല്ലാം ഇരിക്കുകയായിരുന്നു. പക്ഷെ എന്തോ എനിക്കറിയില്ല, ഒരു ദൈവത്തിന്റെ കളി എന്ന് പറഞ്ഞ പോലെ അടുത്ത് എൻ്റെ നൈബർ അവള് ഇവിടെ വെസ്റ്റിൽ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അനു ഹോസ്പിറ്റലിൽ. വെസ്റ്റിലെ ഒരു ഹോസ്പിറ്റലിൽ അവളുടെ ഫസ്റ്റ് ഡെലിവറി അവിടെ ആയിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ എന്തിനാ നാട്ടിലോട്ട് പോകുന്നത്, നീ ഒരു പ്രാവശ്യം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുമല്ലേ, അപ്പം നീ ഒരു പ്രാവശ്യം നീ ഡോക്ടറിനെ പോയി ഒന്ന് കാണിക്കടി, നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടേഴ്സാ, നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നാട്ടിലോട്ട് പോകണം, നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുകയാണ്, സോ അതിനു മുന്നേ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കാണിച്ചുകൂടാ എന്ന് വിചാരിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഡോക്ടറെ അടുത്ത് പോയി. ആ ഹോസ്പിറ്റലിൽ ഞാൻ പറയാം, ഹോസ്പിറ്റലിൻ്റെ പേര് അനു നഴ്സിംഗ് ഹോം എന്നാണ്. ഇതാണ് എൻ്റെ അവിടുത്തെ ഫയല്, കാണാൻ പറ്റും എനിക്കറിയില്ല, ഇതാണ് എൻ്റെ അവിടുത്തെ ഫയല്. ഇതായിരുന്നു മറ്റേ ഹോസ്പിറ്റലിലെ ഫയല്, അത് ഞാൻ പേരൊന്നും കാണിക്കുന്നില്ല. സോ അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോയി, ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത ഹോസ്പിറ്റലിൽ പോയി, അവിടെ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ, സാറിൻ്റെ ഒപ്പീനിയൻ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞു, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, അമിനോസിന്തസിസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ആ ബ്ലഡ് ടെസ്റ്റിന്റെ പേരാണ് NIPT. വ്യക്തമായിട്ട് എനിക്ക് എൻ്റെ ഫയലിൽ, ഞാൻ ഈ ഫയലിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അതെല്ലാം പേസ്റ്റ് ചെയ്യാൻ നോക്കാം. സോ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ. ഡോക്ടർമാരുടെ ലാംഗ്വേജ് എഴുത്തായത് കൊണ്ട് ക്ലിയറും അല്ല. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ നവംബറിലായിരുന്നു അവിടെ പോയത്. ഓക്കെ, എൻ്റെ പേര്, ഹോസ്പിറ്റലിൻ്റെ പേര്, സെക്കൻഡ് ഒപ്പീനിയൻ. ഓക്കെ, ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, ഡോക്ടർമാരാകുമ്പോൾ ലൂപ്പ്, പാനൽ ലൂപ്പ്, ഫോക്കസ്. ഓക്കെ, എനിക്ക് 2 അഡ്വൈസ് എനിക്ക് 2 തന്നിരുന്നു. NIPT വേണമെങ്കിൽ NIPT ചെയ്യാം, അമിനോസിന്തസിസ് വേണമെങ്കിൽ അമിനോസിന്തസിസ് ചെയ്യാം എന്ന്. ഞാൻ NIPT ആയിരുന്നു ഫസ്റ്റ് ചെയ്തത്. ഓക്കെ, സോ അവിടെ കഴിഞ്ഞിട്ട്